നമസ്കാരം, നന്ദകുമാറാണ്. ഇന്ന് രാവിലെ ഭയങ്കര ഞെട്ടിപ്പോയി. കാര്യം ഈ മുൻകൂട്ടി കാണാനുള്ള കഴിവ് എന്ന് പറയുന്ന സംഭവം നമ്മളത് ഭയങ്കര ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു സാധനമായിരുന്നു. ഇപ്പം ഞാൻ ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പം ആ സ്ക്രിപ്റ്റ് പിന്നീട് അതിലുണ്ടായ അതിലുണ്ടായ കഥയുടെ സംഭവം പിന്നീട് വാർത്തയായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സമയം എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ വലിയ സംഭവമാക്കില്ല. നമുക്ക് എക്സൈറ്റഡ് ആയി വീട്ടിലൊക്കെ പറഞ്ഞാൽ ഇത് ഞാൻ എഴുതിയ സാധനമാണല്ലോ ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് രണ്ടാമത്തെ തവണ ഇത് തന്നെ ആവർത്തിച്ചപ്പം കുറച്ചും കൂടി നമ്മൾ അലേർട്ടായി. എന്താ സംഭവം, നമ്മൾ എഴുതുന്ന സാധനം പിന്നീട് എങ്ങനെ സംഭവിക്കുന്നു. ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കിനും എൻ്റെ ചിറ്റപ്പൻ എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു. ഒരു ലിങ്കാണ് അയച്ചത്. അത് ചോറ്റാനിക്കരയിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു തലയോട്ടി ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് ആൾക്കാർ കണ്ടെത്തി. 20 വർഷമായിട്ട് ആ വീട് അടഞ്ഞെടുക്കായിരുന്നു എന്നിട്ട്. ആക്ച്വലി ഞാൻ ഹന എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അത് എഴുതിയിരിക്കുന്ന ഡേറ്റും ഈ ഡേറ്റും തമ്മിലുള്ള പ്രത്യേകത എന്നാ വെച്ചാൽ, ഹന എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ട് ഒക്ടോബർ 6-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് എക്ത. അപ്പോൾ അവളെ വെച്ചിട്ട് ആ പടം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അവൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ എക്ത അത് റീഡ് ചെയ്തു. അപ്പോൾ ആൾ തിരക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ സ്റ്റോറിയുടെ ഉൾക്കാമ്പ് ഒരു സീൻ, സ്റ്റോറി പറയുന്നില്ല, അതിൻ്റെ അകത്ത് ഈ സീനുണ്ട്. അപ്പോൾ ഞാനിത് എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു വീട് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന വീടിൻ്റെ ഉള്ളിലൊരു ഫ്രിഡ്ജിൻ്റെ അകത്ത് ഈ സാധനം ഇരിക്കുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം അതുല്യ എന്ന് പറഞ്ഞിട്ട് ഒരു നടിയുണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ കൂട്ടത്തിൽ ഗാനഗന്ധർവൻ സിനിമയിൽ അഭിനയിച്ച അതുല്യ എന്ന് പറഞ്ഞ നടി നമ്മൾ ചെന്നൈയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ പരിചയമുള്ള ജിംഷിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ജിംഷിയായിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ജിംഷിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുല്യനെ വെച്ചിട്ട് അത് നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യുക, പടം ഒന്ന് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഒരു തോട്ട് പ്രോസസ്സ് പരിപാടിയായിരുന്നു സിനിമ. പിന്നെ ഞാൻ എൻ്റെ കൊച്ചിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനും ഈ സാധനം വായിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഈ 3 പേർക്കാണ് ഇത് അറിയാവുന്നത്, എനിക്കും. അപ്പോൾ ഈ ആദ്യമായിട്ട് ഞാനിത് എഴുതിയിട്ട് ഫസ്റ്റിലേ ഞാനിത് കേൾപ്പിക്കുന്നത് എക്ത എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തിനാണ്. അപ്പോൾ എക്തയ്ക്ക് ഞാനത് കൊടുക്കുന്നത് ഒക്ടോബർ 6-ാം തീയതിയാണ്. ഇന്നല്ല, ജാനുവരി 6-ാം തീയതി. അപ്പോൾ ഈ 6-ാം തീയതിയാണ് ഈ സാധനം നാട്ടുകാരിലേക്ക് എത്തുന്നത്, വാർത്തയായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഭയങ്കര കിളി പറന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഇടയിൽ ഞാനിങ്ങനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയും. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ആവട്ടോ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ എത്തത്തുള്ളൂ ഇടാ, അതുകൊണ്ട് നീ അങ്ങനെ പോവില്ലടാ എന്നൊക്കെ ഞാനിങ്ങനെ മുൻകൂട്ടി പറയുമ്പോൾ അവരൊക്കെ പറയും ഒന്ന് പോയടാ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവരെന്നോട് പറയും എടാ നീ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത്, അത് അങ്ങനെയാടാ വന്നതെന്നൊക്കെ പറയും. അതെൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിൽ നടക്കുന്നൊരു സംഭവമാണ്. ഫാമിലിയിലൊക്കെ പല ആൾക്കാരൊരിക്കലും ഞാനങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ പോയാൽ അത് നിങ്ങൾ ഇന്ന അടുത്ത് എത്തും കേട്ടോ, അത് പെട്ടുപോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ ഇതൊക്കെ ആസ് യൂഷ്വലി നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് റൂട്ടിനെ കുറിച്ചിട്ട്, സയൻസിനെ കുറിച്ചിട്ട് ഞാനങ്ങനെ ബോധവാനായിരുന്നില്ല. ഞാനതിനെ കുറിച്ചിട്ട് അങ്ങനെ വലിയ സംഭവം. പക്ഷേ ഇന്നിപ്പം രാവിലെ ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിനും ആക്ച്വലി എക്സൈറ്റഡ് ആയിട്ട് ഞാനപ്പോൾ ഇതിൻ്റെ സയൻസ് പരിപാടി എന്താണ് ബ്രെയിനിൽ ആക്ച്വലി നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ചിട്ട് കുറച്ച് വിശദീകരണങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ആക്ച്വലി ഇത് ബ്രെയിൻ്റെ ഒരു പരിപാടിയാണ്. നമ്മൾ പോലും അറിയാത്ത ഒരു ബ്രെയിനിൻ്റെ ഒരു വർക്ക് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഉപബോധ മനസ്സിൻ്റെയൊക്കെ ഒരു വർക്കുണ്ട്. റാസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ റാസ് എന്ന് പറയുന്ന സംഭവവും പിന്നെ മിറർ ന്യൂറോൺ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, മിറർ ന്യൂറോൺ. ഇതൊക്കെ തമ്മിൽ സിങ്ക് ആവുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, മുൻകൂട്ടി അറിയാൻ പറ്റും. ഒരു സ്കാനിങ് സിസ്റ്റം പോലെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ നടന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആക്ച്വലി റോഡും ചിലപ്പോൾ നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ ബ്രെയിൻ കാണുന്നത് ആ എൻറ്റയർ ഏരിയയാണ്. ആ എൻറ്റയർ ഏരിയനെ സ്കാൻ ചെയ്തുകൊണ്ട് പോകും. മനസ്സിലാവും? ഇത്ര റഡാർ സിസ്റ്റത്തിൽ ഈ സാധനം സ്കാൻ ചെയ്ത് എങ്ങനെ പോവുക. അപ്പോൾ നമ്മളുടെ മെയിൻ ബ്രെയിനിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ തരത്തുള്ളൂ. പക്ഷേ ഈ ഉപബോധ മനസ്സിലേക്ക് ഇത്രയും സാധനം റെക്കോർഡഡ് ആയിട്ട് പോയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഓഫ് റെക്കോർഡിൽ പോയിരിക്കുന്ന സാധനങ്ങളെക്കുറിച്ചിട്ട് ഡീറ്റെയിലൈസേഷൻ എടുക്കണമെന്ന് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തിങ്കിങ് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ റാഷ് എന്ന് പറയുന്ന സിസ്റ്റം അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകും. തിങ്ക് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോയിട്ട് അതിനെ ഫൈൻഡ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സ് എൻ്റെ ബ്രെയിനിൽ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം
അതുപോലെ തന്നെ ഈ ടെലിപ്പതി എന്ന് പറയുന്ന ഫോർമേഷനും റാസ് എന്ന് പറയുന്ന ഫോർമേഷനും മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന പ്രോസസ്സും കൂടെ ഒരുമിച്ച് വന്നാൽ ആക്ച്വലി ഫ്യൂച്ചറിൻ്റെ, അതായത് ടൈം ട്രാവലിംഗ് എന്ന് പറയുന്നത് പോലെ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവത്തിന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. മനസ്സിലായി? ഇപ്പോൾ പണ്ട് ഐൻസ്റ്റീനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീൻ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമി ഇങ്ങനെ ഒരു 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 കുഴി പോലത്തെ ഒരു സ്ഥലത്താണെന്ന് പുള്ളി ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് വരും കാലത്ത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ബ്രെയിൻസിനെ റീഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 50-60 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 50-60 ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത അവരുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ അവർ കണ്ടിട്ടുള്ളതോ അവർ അറിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള അവർക്ക് ആവശ്യമില്ലാത്തൊരു സംഭവം അവരുടെ ബ്രെയിനിലുണ്ടെങ്കിൽ ആ സാധനം നമ്മുടെ ബ്രെയിനിന് ആവശ്യമുണ്ടെങ്കിൽ റാഷ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് വഴി ആ സാധനത്തിനെ ആക്സസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്ന് കയറ്റും. ദിസ് ഈസ് ആക്ച്വലി സയൻസ്. ഞാനിപ്പോൾ ഇന്ന് വായിച്ചപ്പോൾ കിടുങ്ങിപ്പോയി. ഹ്യൂമൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ പരിപാടി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പണ്ട് വിളിക്കുക, നീ ഏലിയനാണോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത് പോയടാവേന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ ഇന്നിപ്പം നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഏലിയൻ നന്ദകുമാർ അടിച്ച് എൻ്റെ ഫോട്ടോ വരും. ഇതൊക്കെ പറയുമ്പോൾ എന്നെ കളിയാക്കും ആൾക്കാർ. പക്ഷേ എന്തോ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി തുടങ്ങാം. ഈ പറയുന്ന ടൈം ട്രാവലർ ചെയ്ത് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രേഖാമൂലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ നിങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി തുടങ്ങും. കാര്യം നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ഇതിപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ അതാണ് ഇപ്പം ഇങ്ങനെ സെയിം തോട്ട് പ്രോസസ്സിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡിസ്കഷൻ പാറ്റേണൊക്കെ എടുത്ത് നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ആവാം. അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള, അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമോൺ, നമുക്ക് ഒരുമിച്ചൊന്ന് കൂടാം. അപ്പം ഒരു ഫ്രണ്ട്സ് സർക്കിൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. എനിവേ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ സയൻറ്റിഫിക് റൂട്ട് അറിയാനായിട്ടുള്ളൊരു പരിപാടിയില്ല. ഇനി വേറൊരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ തന്നെ പഴയ ഇതുണ്ടായിരുന്നു. അതായത് പഴയ നമ്മുടെ എന്താ പറയുക ടോൾ പ്ലാസ ഉണ്ടായിരുന്നു നമ്മുടെ തൃപ്പൂണിത്തുറ പൂജ ക്രിക്കറ്റ് സ്റ്റേഡിയം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഈ പറയുന്ന പോലെ ഒരു കരിക്കൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം കാറിൽ പോകുന്ന വഴിക്ക് എനിക്ക് ദാഹം വന്നപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഈ കരിക്ക് മേടിച്ച് കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ അമ്മച്ചിയുടെ കടയിൽ ഒരു പഴയ റേഡിയോ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ചെന്നാലും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പഴയ റേഡിയോ ഉണ്ട്, അത് പണ്ടത്തെ റേഡിയോയാണ്. അപ്പോൾ ഈ റേഡിയോയുടെ അവിടെ, അപ്പം ഞാൻ ഇനി കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ റേഡിയോയുടെ പറ്റയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ റേഡിയോയുടെ സിഗ്നൽ ഇങ്ങനെ ക്രാഷ് ആവുന്നുണ്ട്. അതായത് പെട്ടെന്ന് സിഗ്നൽ കട്ടായിട്ട് പാട്ട് കട്ടാണ്. അപ്പോൾ അമ്മച്ചി എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഞാൻ വെറുതെ നെറ്റ്വർക്ക് പോയായിരിക്കും. പക്ഷേ ഞാൻ ബാക്കിലേക്ക് വരുമ്പം ഈ റേഡിയോ പിന്നെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എടാ ഇതെന്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനത് വീണ്ടും അടുത്തേക്ക് ചെന്നപ്പം വീണ്ടും ക്രാഷ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തിരുന്ന് ചേട്ടനെ വിളിച്ചിട്ട്, ചേട്ടൻ ഒന്ന് ഇങ്ങനെ പറ്റേ നിന്നെന്ന് പറയുമ്പോൾ ആ ചേട്ടൻ പറ്റയിലേക്ക് പോയപ്പോഴത്തേക്കിനും ക്രാഷ് ആവുന്നില്ല. അവിടെ നിന്ന് അമ്മച്ചീനെ ഞാൻ വിളിച്ച് അങ്ങനെ നിർത്തുമ്പോൾ ക്രാഷ് ആവും. പക്ഷേ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ക്രാഷ് ആവുന്നുണ്ട്, സിഗ്നൽ ക്രാഷ് ആവുന്നുണ്ട്. ആ കിളി പറഞ്ഞു. ഞാനപ്പോൾ ഭയങ്കര ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്നുണ്ടായത്. അപ്പോൾ ഞാനതെൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോയി പഠിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഹീറ്റുണ്ട്. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ലെവൽ എന്ന് പറയും. ബോഡിക്കൊരു ബേണിംഗ് പ്രോസസ്സുണ്ട്. നമ്മുടെ ഒരു ഓറ പോലെ നമ്മുടെ ബോഡിക്ക് ചുറ്റും ഒരു ഇതുണ്ട്. അപ്പം ഇത് റേഡിയോ സിഗ്നൽസുകളെ ജാം ചെയ്യും, അത് ഓവറാണെന്നുണ്ടെങ്കിൽ. അതായത് റേഡിയോ സിഗ്നൽസ് എന്ന് വെച്ചാൽ റഡാർ സിഗ്നൽസ് പോലെ തന്നെ റേഡിയോ സിഗ്നൽസ് ഏത് സിഗ്നൽസ് ആണെങ്കിലും അതിന് ഇത്ര ടെമ്പറേച്ചറിൻ്റെ മേളിൽ വന്നാൽ ആ സിഗ്നൽ ജാമായി പോകും. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ സിഗ്നൽസ് കയറാത്തത്. അതിൻ്റെ ഭയങ്കര ഇപ്പോൾ വീടിൻ്റെ ടെറസ് ഭയങ്കര ചൂടായി കിടന്നിട്ട് ആ ടെറസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കമ്പികളെല്ലാം ചൂടായി, അതിൻ്റെ റോക്കും അതിൻ്റെ സിമെൻറ്റും എല്ലാം ചൂടായിട്ട് നിൽക്കുന്ന ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് സിഗ്നൽസ് കയറത്തില്ല. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്.
അപ്പോൾ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് അറിയാം. പിന്നെ അത് നിങ്ങളോടത് കൂടുതൽ പറയുമ്പോൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടിട്ടാണ്. അതൊക്കെ പിന്നീടൊരു അവസരത്തിൽ പറയാം. എന്നാലും നൗ ഐ ആം വെരി എക്സൈറ്റഡ് വിത്ത് ഈ പ്രോസസ്സിൽ. അപ്പോൾ ഇതിൻ്റെ സയൻസ് ഒന്ന് പഠിക്കണമെന്നുണ്ട്. ഞാനൊന്ന് പഠിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ മിറർ ന്യൂറോൺസ് എന്നാണ്. ഈ മിറർ ന്യൂറോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൈക്ക് അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും വേദന ഉണ്ടാവും. സെയിം വേദന നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? അതൊരു കമ്മ്യൂണിക്കേഷനാണ്. അവരുടെ അതേ വേദന പോലെ നമുക്ക് കയ്യൊന്നും മുറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അവരുടെ വേദന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കും അത് പെയിൻ പോലെ ഫീൽ ചെയ്യും. അതൊരു മിറർ ന്യൂറോൺ എന്ന് പറയുന്നൊരു പ്രോസസ്സാണത്. അപ്പോൾ എനിവേ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. താങ്ക് യു.